ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. കോപ്പ സുഡാമേരിക്കാനയിൽ ഇന്ന് നടക്കുന്ന മത്സരത്തിൽ സാന്റോസ് കളിക്കളത്തിലേക്ക് ഇറങ്ങുന്നുണ്ട്. കൃത്യമായി പറഞ്ഞാൽ നാളെ പുലർച്ചെ ഇന്ത്യൻ സമയം 3:30 ഈ മത്സരം നടക്കുക. അർജന്റീൻ ക്ലബ്ബായ സാൻ ലോറൻസോയാണ് സാന്റോസിന്റെ എതിരാളികൾ. ഈ മത്സരത്തിന് വേണ്ടി സാന്റോസ് ടീം ഇപ്പോൾ അർജന്റീനയിൽ എത്തിയിട്ടുണ്ട്. നെയ്മർ ടീമിനോടൊപ്പമുണ്ട്. വലിയ ഒരു വരവേൽപ്പാണ് അർജന്റീനയിൽ നെയ്മർ ജൂനിയർക്ക് ലഭിച്ചിട്ടുള്ളത്. നിരവധി ആരാധകർ നെയ്മർ ജൂനിയറെ കാണാൻ വേണ്ടി തടിച്ചുകൂടിയിരുന്നു. മാത്രമല്ല, നെയ്മർ എന്നു പേരുള്ള ഒരു ചെറിയ ആരാധകൻ അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാവർക്കും നെയ്മർ ജൂനിയർ ഓട്ടോഗ്രാഫും അതുപോലെ തന്നെ മറ്റു ചിത്രങ്ങളും ഒക്കെ പകർത്താനുള്ള അനുമതി നൽകുകയും ചെയ്തിരുന്നു. വലിയ ഒരു സ്നേഹവും വരവേൽപ്പുമാണ് അർജന്റീനയിലെ ആരാധകരിൽ നിന്നും ഇപ്പോൾ നെയ്മർ ജൂനിയർക്ക് ലഭിച്ചിട്ടുള്ളത്. നിരവധി ആളുകൾ അവിടെ തടിച്ചുകൂടിയിരുന്നു. ഏതായാലും ഇതിനോട് ഇപ്പോൾ നെയ്മർ ജൂനിയർ പ്രതികരിച്ചിട്ടുണ്ട്. അതായത്, വലിയ ഒരു വരവേൽപ്പാണ് തനിക്ക് ഇവിടെ ലഭിച്ചത്. അതിൽ തനിക്ക് വലിയ സന്തോഷമുണ്ട്. മികച്ച പ്രകടനം നടത്താൻ കഴിയും എന്നൊക്കെയാണ് നെയ്മർ ജൂനിയർ പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: ഇവിടുത്തെ ആളുകളിൽ നിന്നും, സാൻ ലോറൻസോ ആരാധകരിൽ നിന്നും വലിയ വരവേൽപ്പും സ്നേഹവുമാണ് എനിക്ക് ലഭിച്ചത്. അതിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട്. വലിയ പ്രതീക്ഷകളോട് കൂടിയാണ് ഈ മത്സരത്തിന് ഞങ്ങൾ വരുന്നത്. ഇതൊരു മികച്ച മത്സരമായിരിക്കും എന്ന കാര്യത്തിൽ എനിക്ക് സംശയങ്ങൾ ഒന്നുമില്ല. ഞങ്ങൾ നല്ല രൂപത്തിൽ ട്രെയിനിങ് നടത്തിയിട്ടുണ്ട്. ഈ മത്സരത്തിന് വേണ്ടി നന്നായി തയ്യാറെടുത്തിട്ടുണ്ട്. ദൈവത്തിന്റെ വിധി ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഒരു മികച്ച വിജയം നേടാൻ സാധിക്കും. സുഡാമേരിക്കാനയിലെ സാധ്യതകളെ നിലനിർത്തുകയും ചെയ്യും. ഇതാണ് നെയ്മർ പറഞ്ഞിട്ടുള്ളത്. ഏതായാലും ബ്രസീലിന്റെ ചിരവൈരികളാണ് അർജന്റീന. പക്ഷെ അവിടെ നെയ്മർക്കുള്ള ഒരു ജനപിന്തുണയും ആരാധക പിന്തുണയും എടുത്തു പറയേണ്ടതാണ്. ബ്രസീലിൽ ലഭിക്കുന്നതിനേക്കാൾ കൂടുതൽ സ്നേഹവും മറ്റുള്ള വരവേൽപ്പും ഒക്കെയാണ് നെയ്മർ ജൂനിയർക്ക് ഇപ്പോൾ അർജന്റീനയിൽ ലഭിച്ചിട്ടുള്ളത്. നാളത്തെ മത്സരത്തിൽ നെയ്മർ സ്റ്റാർട്ട് ചെയ്യും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. കഴിഞ്ഞ മത്സരം നെയ്മർ കളിച്ചിരുന്നില്ല. ഇനിയിപ്പോൾ നാളത്തെ മത്സരത്തിൽ സാന്റോസിന് വിജയം നിർബന്ധമാണ്. കാരണം പോയിന്റ് പട്ടികയിൽ ഗ്രൂപ്പിൽ അവസാന സ്ഥാനത്താണ് സാന്റോസ് ഉള്ളത്. അതേസമയം 1-ാം സ്ഥാനത്താണ് അർജന്റീൻ ക്ലബ്ബായ സാൻ ലോറൻസോ ഉള്ളത്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീഡിയോയിൽ കാണാം.